യഥാർത്ഥത്തിൽ അഹ്ലുസുന്നക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഒരു നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക, അതിനെ സഹായിക്കുക, അതിൻ്റെ ഭാഗമായി ചേർന്ന് നിൽക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞത് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, ജമീഅൻ എന്നാണ്. എല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിന്റെ ഹബിലിനെ മുറുകെ പിടിക്കുക, ഒറ്റക്കൊറ്റക്കല്ല. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തിന്റെ കൂടെ നിൽക്കണേ എന്നാണ്. അലൈക ബി ജമാഅത്തിൽ മുസ്ലിമീൻ, നീ മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ കൂടെ കൂടണമെന്നാണ് നബി തങ്ങൾ ഹുദൈഫത്തുൽ യമാനി കൊടുത്ത ഉപദേശം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ആശയം വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സലഫുകളുടെ മൻഹജ് പ്രകാരം ഇവിടെ പ്രബോധനം ചെയ്യാനും പ്രാവർത്തികമാക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ ആ കൂട്ടായ്മക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായി സഹായിക്കണം, ശാരീരികമായി സഹായിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ ആവശ്യമാണ്. മാത്രവുമല്ല, ഒരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞത് ജമാഅത്തിനൊപ്പം മെച്ചം അവരുടെ ദുആ നിനക്ക് ഒന്നിച്ച് കിട്ടുന്നതാണ്. അത് വല്ലാത്തൊരു വാക്കാണല്ലോ. ഒരു സംഘമായി നിൽക്കുമ്പോൾ ഈ സംഘത്തിൻ്റെ പ്രാർത്ഥന ഇതിലെല്ലാവർക്കും കിട്ടും. ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചോ എങ്കിൽ ഈ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പുള്ള, ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന, ഇതിനെ സഹായിക്കുന്ന എല്ലാവർക്കും ആ ദുആന്റെ ഒരു ഫലം കിട്ടൂലേ. പീസ് റേഡിയോയ്ക്ക് വേണ്ടി എത്രയോ മനുഷ്യന്മാർ ദുആ ചെയ്യുന്നു, ആ ദുആന്റെ വിഹിതം നമുക്ക് കിട്ടൂലേ. കാരണം എന്താ, പീസ് റേഡിയോ നമ്മളും കൂടെ ഒരു പങ്കുണ്ട്. ജാമിഅത്തുൽ ഹിന്ദിന് വേണ്ടി അനേകായിരം മനുഷ്യന്മാർ പ്രാർത്ഥിക്കുന്നു, ആ ദുആ നമുക്ക് എല്ലാവർക്കും കിട്ടൂലേ. നമ്മുടെ ജാമിഅ, നമ്മുടെ പീസ് റേഡിയോ, നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ ദുആ ഒന്നിച്ച് ലഭിക്കുന്നു. അതാണ് ഏറ്റവും വലിയ നേട്ടം. എന്നാൽ ആ സംഘടന ഒരു പക്ഷപാതിത്വമായി സംഘടന മെമ്പർഷിപ്പോട് മാത്രം ബന്ധം, അല്ലാത്തവരും ബന്ധമില്ല എന്നാണോ? അത് പാടില്ല. അങ്ങനെ നമ്മളത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ പഠിക്കാൻ എല്ലാവർക്കും പുസ്തകത്തിന് മെമ്പർഷിപ്പ് ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ. നമ്മളാരും ആ മെമ്പർഷിപ്പിനും ആ ഒരു ഭാരവാഹിത്വത്തിനും അത്രേ കൽപ്പിക്കുന്നുള്ളൂ. ശാഖയിലൊക്കെ വന്നാൽ ആരാ വൈസ് പ്രസിഡന്റ് വെച്ചാൽ അതിപ്പോൾ ആരാ, അന്നിപ്പോൾ ആരാ എടുത്തത്, ഞാനല്ല, അത്രേ ഉള്ളൂ. നമ്മളതിന് അത്ര പേര് കൽപ്പിക്കുന്നുള്ളൂ. അത് ടീം ഇരിക്കുമ്പോൾ ഒരാൾ പ്രസിഡന്റ് ആകണം, മറ്റോ സെക്രട്ടറി ആകണം, അത്രേ ഉള്ളൂ. വണ്ടി ഓടിക്കുമ്പോൾ ഒരുത്തൻ ഡ്രൈവ് ചെയ്യണം, ബസ്സാണോ ഒരുത്തൻ കണ്ടക്ടറാകണം, ഒരുത്തൻ ഒരു ക്രിയ ആകണം, ഇതേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രസിഡന്റ്, നേരത്തെ പറഞ്ഞ പ്രസിഡന്റ് ആയാൽ അതോടുകൂടി ഓരോ വലിയ ഭയങ്കര സംഭവമായി, അതൊന്നുമില്ല. കുറച്ച് ഭാരം കൂടും, വേറൊന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ ഈ സ്ഥാനമാനങ്ങളൊന്നും സ്ഥാനമാനങ്ങളായി കാണുന്നില്ല. അത് ഉത്തരവാദിത്തമായി ബാധ്യതയായി തന്നെയാണ് കാണുന്നത്. അതിൻ്റെ പേരിൽ വലാ ബറാ ഇല്ല. ഇതിൽ മെമ്പർഷിപ്പത്തോട് മാത്രം ബന്ധം സ്ഥാപിക്കുക, അല്ലാത്തൊരു ബന്ധം മുറിച്ചു കളയുക, അതില്ല. എന്നിട്ടും ആ കൂട്ടായ്മയ്ക്ക് ഫിത്ന, അതിൻ്റെ ദർസ് കേൾക്കാൻ പാടില്ല, അതിന് പണ്ഡിതന്മാർക്ക് ഇൽമില്ല എന്ന് പറഞ്ഞ് പോവുക. ഇപ്പോൾ ഇൽമില്ല എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും നമ്മളെ പല പണ്ഡിതന്മാരുടെയും ശിഷ്യന്മാരാണ്. നമ്മുടെ പല പണ്ഡിതന്മാരും ശിഷ്യന്മാരാണ്. തെറ്റിപ്പിരിഞ്ഞ് പോയിട്ട് ഓലിപ്പോൾ വാറൊക്കെ ഉണ്ടാക്കി ഓലെ വാദം നമുക്കാർക്കും ഇരുമില്ല. നമ്മളത്തിൽ പഠിച്ചു പോയാൽ ഓർക്ക് ഇരുമിട്ട് താനും ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ഉണ്ടായിക്കോട്ടെ. അതാണ് വിഷയം. അത് നേരത്തെ പറഞ്ഞ് നമ്മുടെ സാധാരണക്കാരൻ പോയി ഓലപ്പം കൂടി കൊടുത്താൽ പിന്നെ ഓൻ ആലിമായി. അപ്പം കിതാബ് ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിനൊപ്പം നിന്നാലോ എത്ര വലിയ ആളായാലും ഇൽമില്ലാത്ത ആളായി മാറുകയും ചെയ്യും. അതിനെല്ലാം നമ്മൾ സാധാരണ ചിത്താന്നൊക്കെ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ പറയും, കുസുമ്പ് എന്നൊക്കെ പറഞ്ഞതിനാണ്. അല്ലാതെ ഇൽമിനോട് സ്നേഹം കൊണ്ടല്ല. എന്നിട്ട് വലിയ വലിയ ഉലമാക്കളിലേക്ക് മടങ്ങണം, ഒരു മടങ്ങുന്നുണ്ടോ? ഇല്ല. ഇന്ത്യന് ഹിജറ പോകണം, ഒരു പോകുന്നുണ്ടോ? ഒരു പോയാൽ പ്രശ്നം തീരും, പക്ഷെ ഒരു പോകണില്ല. ഹിജറ പോകണം എന്നറിയാം, നമുക്ക് പോയിക്കൂടെ? അത് പോകില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചാൽ ഈ ഇന്ത്യന് ഹിജറ പോകണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് വിചാരിക്കുക. എന്നാൽ ഇവിടുത്തെ കോടാനുകോടി മുസ്ലിമീങ്ങൾ പോകണം എന്നല്ലേ അർത്ഥം? നമ്മൾ 4 മുജാഹിദീങ്ങൾ പോയാൽ മതിയോ? അതാണ് ദീനെങ്കിൽ 5 നേരം നിസ്കരിക്കണം. ആരാ നിസ്കരിക്കണം? മുജാഹിദീൻ അല്ല, മുസ്ലിമാണോ നിസ്കരിക്കണം. അപ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും ഇന്ത്യന് ഹിജറ പോകണം എന്നാണെങ്കിൽ എവിടേക്കായി പോവുക? ഇനി ചില മനുഷ്യന്മാർക്ക് പണ്ട് ഹിജറ പോയി, ഇവിടുന്ന് പോയതെങ്ങനെ? ഡ്രൈവർ വിസ ചെയ്ത് അങ്ങോട്ടോ ഹിജറ പോക്ക്? ഏതെങ്കിലും രാഷ്ട്രം ഒന്ന് ഹിജറ വിസ പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സൗദി അറേബ്യക്ക് അപേക്ഷ ഹിജറ വിസ വേണം, അങ്ങനെ വിസ തന്നെ അവിടെ.
പിന്നെ പോകണമെങ്ങനെ ഡ്രൈവർ വിസ എടുത്തിട്ട് പോവുക, ഇസ്ലാമിക രാജ്യത്തെ പറ്റിച്ചാണ്. ഇതൊന്നും സഹോദരങ്ങളെ ഹിജ്റയോടോ ദീനിനോടോ ഇൽമിനോടുള്ള ഒരു സ്നേഹം കൊണ്ടുമല്ല. ഇപ്പം അടുത്തെന്നോട് ചങ്ങായി വാട്സപ്പിൽ ഇട്ടു, നമ്മൾ കിതാബ് തൗഹീദ് ഉസൂൽ സലാത്തൊന്നും വിസ്തം പഠിപ്പിക്കണില്ല, അത് ശരിയല്ല, ഞാൻ ഇന്ന് വിട്ടു എന്ന്. നമ്മളെ പഠിപ്പിക്കാത്ത നമ്മുടെ വേറാരും പഠിപ്പിക്കണില്ല. ഇനി എല്ലാ സാധാരണക്കാരെയും കിതാബ് തൗഹീദ് ഇങ്ങനെ അർത്ഥം വെച്ച് പഠിപ്പിക്കേണ്ട വല്ല ബാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ബാധ്യതയില്ല. കിതാബ് തൗഹീദിലെ ആശയം എന്താണോ ആ ആശയം പഠിപ്പിക്കണം. അതാണ് ഈ വയത്. അല്ല എല്ലാ നാടന്മാരും പള്ളിക്ക് നിന്നിട്ട് കിതാബ് തൗഹീദ് ഓതി പഠിക്കണം എന്ന് എവിടെയെങ്കിലും പഠിപ്പിച്ചണോ? ഇല്ലല്ലോ. എവിടെ അതുള്ളത്? സൗദി അറേബ്യയിലുണ്ടോ? സൗദി അറേബ്യയിലെ എല്ലാ അറബികളും കിതാബ് തൗഹീദ് ഉസൂൽ സലാത്തും പഠിച്ചാണ് പോണത്? അല്ല. അത് മതവിദ്യാർത്ഥികൾ പഠിക്കും, മതവിദ്യാർത്ഥികൾ പഠിക്കും. ഭാവിയിൽ ആലിമാകാനുള്ള മനുഷ്യന്മാരിതൊക്കെ പഠിച്ചിട്ട് തന്നെ പോകണം. ജാമിഅത്തുൽ ഹിന്ദിൽ അതാ ഏതാണ്ട് 100ഓളം കുട്ടികൾ കിതാബ് തൗഹീദ് കാണാപ്പാടാണ്, ഉസൂൽ സലാത്ത് ഹിഫ്ളാണ്, ഖവായിദുൽ അർബഈ കാണാപ്പാടാണ്, ശുബ്ഹാത്ത് കാണാപ്പാടാണ്. ഇത് തുല്ലാബുൽ ഇൽമ്, മതവിദ്യാർത്ഥികൾ പഠിക്കണം. സാധാരണക്കാരോ പഠിച്ച നല്ല കാര്യം, വേണ്ടെന്നല്ല. പക്ഷെ എല്ലാ സാധാരണക്കാരും കിതാബ് തൗഹീദ് പഠിച്ചാലേ ഓരോ ശരിയാവുള്ളൂ എന്നില്ല. പക്ഷെ ഓരോ വിശ്വാസം കിതാബ് തൗഹീദ് പരാമർശിച്ച ഖുർആൻ ദിവസം പഠിപ്പിച്ച വിശ്വാസമായിരിക്കണം, ഉസൂൽ സലാത്ത് പറഞ്ഞ വിശ്വാസമായിരിക്കണം. എന്നിട്ട് കിതാബ് തൗഹീദ് ഉസൂൽ സലാത്ത് പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ പലതും പഠിപ്പിക്കുന്ന ആരാ? ഒരു യോഗ്യതയില്ലാത്തവനാണ്. അപ്പം പല സ്ഥലത്തും ഈ പറയപ്പെട്ട ആളുകൾ ഉസൂൽ സലാത്തിന് ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കലാരാ? ഇതിന് ഇജാസത്തുള്ളവനാണോ? അല്ല. ശരിയായ ഉസ്താദിന് ചൊല്ലിപ്പടിച്ചവനാണോ? അല്ല. അതൊന്നുമില്ല. ഇജാസത്ത് എന്താ? ഒരു കിതാബിന് ഇജാസത്ത് പറഞ്ഞാൽ ആ കിതാബ് ആദ്യം എഴുതിയാളുണ്ടാവുമല്ലോ. ഇപ്പോൾ സ്വഹീൽ ബുഖാരിക്ക് ഇജാസത്ത് പറഞ്ഞാൽ ഇമാം ബുഖാരിയാണ് സ്വഹീൽ ബുഖാരി ക്രോഡീകരിച്ചത്. ആ ഇമാം ബുഖാരിയിൽ നിന്ന് 90,000 പണ്ഡിതന്മാരാണ് ആ കാലത്ത് സ്വഹീൽ ബുഖാരി നേരെ കേട്ടുപഠിച്ചത്. ഇമാം ബുഖാരിൻ്റെ നാവിന്ന് സ്വഹീൽ ബുഖാരി ഓതി പഠിച്ചത് 90,000 പണ്ഡിതന്മാർ. ഈ ആളുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇമാം ബുഖാരിക്ക് ബോധ്യപ്പെടും, ഇന്ന ആളുകൾക്കൊക്കെ ഈ കിതാബ് പഠിഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ ഇമാം ബുഖാരി അനുവാദം കൊടുക്കും, ഇനി നിങ്ങൾക്കിത് പഠിപ്പിക്കാനുള്ള അനുവാദം തന്നു. അല്ല, അവർക്കിത് പഠിഞ്ഞു എന്ന് കിതാബ് എഴുതിയാക്കി ബോധ്യപ്പെടണം. അപ്പോഴേ അതിന് ഇജാസത്ത് എന്ന് പറയാം. അങ്ങനെ ആ ഇജാസത്ത് കിട്ടിയ ആൾ അടുത്ത തലമുറക്ക്, അടുത്ത ശിഷ്യന്മാർക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കും. എൻ്റെ ഉസ്താദിൻ്റെ അനുമതി പ്രകാരം ഞാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കുറേ ആൾ പഠിക്കും. ആ പഠിച്ചവരൊക്കെ അവരെ ഉസ്താദിന് ചൊല്ലിക്കൊടുക്കും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഉസ്താദിന് ബോധ്യപ്പെട്ടു, ഇമാം ബുഖാരി എന്താണോ കിതാബിൻ്റെ ഉദ്ദേശം അതേപോലെ എൻ്റെ ഈ ശിഷ്യന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കും, എനിക്കിത് പഠിപ്പിക്കാം. ഇതിങ്ങനെ കൈമാറി 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 പോരും. അത് ലോകത്തുള്ള സിസ്റ്റമാണ്. സ്വഹീൽ ബുഖാരിക്ക് ഇന്നും ലോകത്ത് ഇജാസ കൊടുക്കുന്നവരുണ്ട്, ഇജാസ കിട്ടിയവരുണ്ട്. സ്വഹീഹ് മുസ്ലിം, ഇതേപോലെ കുത്തുബു സിത്ത, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങൾ, മറ്റു ഗ്രന്ഥങ്ങൾ, അതിനൊക്കെ ഇജാസകളുണ്ട്. അങ്ങനെ കൃത്യമായ സോഴ്സിലൂടെ, കൃത്യമായ റൂട്ടിലൂടെ പഠിച്ചവർക്ക് മാത്രമേ ഇത് പഠിപ്പിക്കാൻ യോഗ്യതയുള്ളൂ എന്നാണ് ഈ പറയുന്നത്. അതാ ഇജാസ ഉള്ളവൻ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നത്. എന്നാൽ അവിടെ ക്ലാസ്സിൽ എത്ര മനുഷ്യന്മാർക്ക് ഇജാസ ഉണ്ടോ എന്ന് ചോദിക്കുക, അതുണ്ടാവില്ല. ഇവരുടെ പല പള്ളികളിലും ഈ കിതാബൊക്കെ പഠിപ്പിക്കുന്നവർക്ക് വലിയ ഇജാസ ഉണ്ടോ? അതൊന്നും ഇല്ലാത്തവനാണ് പഠിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ കാലത്ത് ഇജാസക്ക് വലിയ പ്രാധാന്യം ഉണ്ടോ? അതുമില്ല. അത് കൊടുക്കുന്നു തന്നെ പറയും. ഇന്നിപ്പോൾ ഇജാസ കൊടുക്കുക എന്നാൽ പഴയ കാലത്തെ പണ്ഡിതന്മാർ സ്വീകരിച്ച പോലെ എല്ലാ ഷർത്തും ഫള്ളും പാടിച്ചിട്ടല്ല ഇന്നത് നൽകതുള്ളത്. പക്ഷെ നിർത്തലാക്കിയിട്ടില്ല. കാരണം ഇത്രയും തലമുറ കൈമാറിപ്പോകുന്ന സംഗതിയെ നമ്മുടെ കാലത്തേക്ക് എത്തിയപ്പോൾ നിർത്തിയെന്ന് വേണ്ട. അതുകൊണ്ട് ആ സൂക്ഷ്മതൊന്നും പാലിക്കാതെയും ഇന്ന് ഇജാസ കൊടുത്തു പോകുന്നു. ഞങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ കുറച്ചൊക്കെ ഇജാസ ഞങ്ങൾക്കൊക്കെ ഉണ്ട് താനും. നമ്മളത് ഒന്നും ബഹളം നടക്കലില്ല ഇവിടെ. എന്താണെങ്കിലും ഇതൊന്നും ഇൽമിൻ്റെ താല്പര്യത്തിലല്ല. നേരെ മറിച്ച് അന്ധമായ സംഘടനാ വിരോധം. ഹിസ്ബിയത്ത് നിങ്ങൾ പറയും, ഹിസ്ബിയത്ത് നമുക്കില്ല, ഓൽക്കേ ഉള്ളൂ. ഈ പറഞ്ഞ മനുഷ്യന്മാർക്ക് ഹിസ്ബിയത്ത് ഉള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിപ്പണ്ട് മാറി ഓലപ്പം കൂടിയാൽ ഓല കണക്കിൽ ഞാൻ വലിയ ആളാവും. ഇവിടെ എന്നാലോ ഒന്നിനും പറ്റത്തിനാവും. അതിനാ ഹിസ്ബിയത്ത് അറിയാം. അതാ ഹിസ്ബിയത്ത്. ഹവൻ്റെ ആൾക്കാർ ആർക്കാ ഹവ? ഓൽക്കാണ് ഹവ. നമുക്ക് എന്താ ഹവ ഉള്ളത്? അള്ളാഹു റസൂൽ എന്ത് പറഞ്ഞോ അത് നമ്മളെ പ്രമാണം. വിസ്ഡം സംസ്ഥാന കമ്മിറ്റി എന്താണ് പറയാണ്? ഈ 4 ഹദീസ് നമുക്ക് ശരിയാവില്ല, അത് നമ്മൾ സ്വീകരിക്കണില്ല എന്ന് ഒരു സർക്കിൾ നോക്കട്ടെ, ഉണ്ടാകാം. പോയി പണി നോക്കിയാൽ അതുണ്ടാവുള്ളൂ. അല്ല, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തീരുമാനിച്ചാണ് ഒരു തൽക്കാലം ഞാൻ ഹദീസ് വേണ്ടാന്ന് ഒരു വിസ്ഡത്തിലെ സാധാരണ പ്രവർത്തകൻ പോലും വിചാരിക്കൂല. അത് വിസ്ഡം റൂട്ട് മാറി എന്നേ പറയുള്ളൂ. അപ്പോൾ
അതിനെതിരെ പോരാടും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഭിന്നിപ്പുണ്ടാകുന്നത്. KNM ഈ ഹദീസ് വിഷയത്തിന് വഴിവെച്ചപ്പോൾ നമ്മൾ ഒന്നിച്ച പോലെ സമ്മതിക്കാൻ പറ്റൂല. ഞങ്ങളൊക്കെ പുറത്താക്കി ആയിക്കോട്ടെ, പുറത്താക്കിയാലും വീടില്ല, ഇത് സമ്മതിക്കൂലാണ്. അതാ മുജാഹിദീങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ സംഘടന തീരുമാനിച്ചാണ് അവിടെ ആ ആയത്ത് വേണ്ട, ഈ ഹദീസ് വേണ്ട, ഇത് മനഹജിനെതിരാണെങ്കിൽ നമുക്ക് സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനാളെ കിട്ടൂല. ഹക്ക് പറയുന്ന കാലത്തോളം ഇതിനെ കൂടെ നിൽക്കും. അതിനെതിരെ പറഞ്ഞാലോ പ്രതികരിക്കാൻ നോക്കും. പ്രതികരിച്ചിട്ടും മാറ്റമില്ലെങ്കിലോ ശരി, പോണേക്ക് പോട്ടെ, നമുക്ക് വേറെ വഴി ഉണ്ടാകും എന്ന് വിചാരിക്കും. അതാണ് നമ്മുടെ സംഘടനയ്ക്ക് ഒരു നയം. അത് നമ്മളാണ് യോഗം കൂടിയാണ്ട് ദീന് തീരുമാനിക്കുന്നില്ല. യോഗം കൂടി തീരുമാനിക്കുക എവിടെ വഴലൊക്കെയുണ്ട്, എവിടെ സമ്മേളനം വെക്കേണ്ടത്, ഇനി എവിടെ പള്ളി ഉണ്ടാക്കാൻ നമുക്ക് ചാൻസ് ഉള്ളത്, എവിടെ സ്ഥലം വാങ്ങേണ്ടത്, ഇനി എന്താ ചെയ്യേണ്ടത്, ഇതാണ് മീറ്റിംഗ് ചർച്ച ചെയ്യുക. അല്ല യോഗം കൂടിയാണ്ട് ഏതൊക്കെ ഹദീസ് എടുക്കണം, ഏതൊക്കെ ഹദീസ് ഒഴിവാക്കണം എന്ന് ഒരു മീറ്റിംഗിൽ നമ്മളത് ചർച്ച ചെയ്തില്ലല്ലോ. നമ്മുടെ ഖുർആൻ ഹദീസും മൻഹജ് പ്രകാരം ദഅവത്ത് നടത്താൻ ഇനി ഉപയോഗിക്കാൻ പറ്റാവുന്ന മാർഗങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്ന ചർച്ച നമ്മുടെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ വലിയ കൂലിട്ടും ഒരു വേള ഈ വയലിൽ വന്നിരിക്കുന്ന ആളെക്കാളും കൂടി ചിലപ്പോൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ആലോചന കിട്ടും. ഇങ്ങനെ പ്രോഗ്രാം വെക്കണമെന്ന് ആദ്യമായി ചിന്തിച്ച ഒരാളുണ്ടാവുമല്ലോ, അയാൾ ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടാവില്ല. അയാൾക്ക് എത്ര കൂലിയ കിട്ടി, അതിൻ്റെ ഭാഗമായി എന്തെല്ലാം പ്രോഗ്രാമുകൾ നടന്നു, എത്ര പ്രചാരണ പ്രവർത്തനം നടന്നു, എന്തെല്ലാം ഹൈറുകൾ നടന്നു, ഇതിനൊക്കെ കൂലി അയാൾ കിട്ടും. ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്താക്കി എത്ര കൂലി കിട്ടുക? ജാമിഅത്തുൽ ഹിന്ദ് തുടക്കം എന്താ? ഒരു മീറ്റിംഗ് അല്ലേ? ജാമിഅത്തുൽ ഹിന്ദിന് തുടക്കം ഒരു മീറ്റിംഗ് അല്ലേ? ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആൾക്ക് എത്ര കൂലി കിട്ടുക? പീസ് റേഡിയോ തുടക്കം ഒരു മീറ്റിംഗ് അല്ലേ? 5 ലക്ഷം മനുഷ്യന്മാരാണ് ഇപ്പോൾ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും ദീനിയായ കാര്യങ്ങൾ അങ്ങനെ അതിലൂടെ നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. എത്ര മനുഷ്യന്മാർക്ക് വെളിച്ചം കിട്ടുന്നു. പീസ് റേഡിയോൻ്റെ 1ാമത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യന്മാർക്ക് അല്ലാഹ് സ്വീകരിച്ചാൽ എത്രയാണ് കൂലി? ഇതിൽ മീറ്റിംഗ് വേണ്ട. ചില വഴുതിനേക്കാൾ കൂലി ചില മീറ്റിംഗ് കിട്ടും. എല്ലാ വഴുതിനേക്കാളും കൂലി എല്ലാ മീറ്റിംഗും കിട്ടുന്നല്ല, ചില വഴുതിനേക്കാൾ കൂലി ചില മീറ്റിങ്ങിന് കിട്ടും. കാരണം ഒരു മീറ്റിംഗ് എന്ന് ഒരുപാട് ഹൈറുകൾ ഉണ്ടായി വരുന്നു. ശാഖ കമ്മിറ്റിയുടെ യോഗത്തെ കൊണ്ടേക്കാളും കൂലി മണ്ഡല കമ്മിറ്റിയുടെ യോഗത്തെ കൂടെ കിട്ടും. കാരണം ശാഖായോഗത്തിൽ ആ ശാഖനെ പരിധിയിലെ കാര്യം മാത്രം ചർച്ച വരുള്ളൂ. മണ്ഡലമാകുമ്പോഴോ ഒരു 5-8 ശാഖൻ്റെ കാര്യം ചർച്ച വരും. ജില്ലാ കമ്മിറ്റിക്ക് പോയാലോ അതിലേറെ കൂലിട്ടും, സ്റ്റേറ്റ് പോയാലോ അതിലേറെ കൂലിട്ടും. പണി കൂടും, ലോഡ് കൂടും, പക്ഷേ കൂലി ഏറെ കിട്ടും. ഇപ്പോൾ ഫാമിലി കോൺഫറൻസ് നമ്മൾ നടത്തി, 16 കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു യോഗത്തിലാണ് ആ ആശയം ഉരുത്തിരിഞ്ഞ് വന്നത്. ആ യോഗത്തിൽ പങ്കെടുത്തവന് എത്ര കൂലി കിട്ടുന്നത്? ആ യോഗത്തിൽ പങ്കെടുത്തവർക്ക് ഈ നടന്ന എല്ലാ ഫാമിലി കോൺഫറൻസിൻ്റെയും അതിൻ്റെ ഭാഗമായി നടന്ന എല്ലാ പ്രചാര പ്രവർത്തനങ്ങളുടെയും മുഴുവൻ കൂലിട്ടല്ലേ? എത്ര മനുഷ്യന്മാർക്ക് ഒരു പക്ഷേ നേരായ വഴിയിലേക്ക് അത് വെളിച്ചമായി മാറും, എത്ര കുടുംബങ്ങൾക്ക് വെളിച്ചമായി മാറും, അതിനൊക്കെ കൂലിട്ടല്ലേ? അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ പോകുക പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അവിടെ എല്ലാ മീറ്റിങ്ങിലും മാക്സിമം പങ്കെടുക്കണം. നമ്മളൊക്കെ ഏത് മീറ്റിംഗ് ഉണ്ടോ അവിടെയൊക്കെ പോകാം. ചിലർ പറയും ഞാൻ മീറ്റിങ്ങിന് വരില്ല കേട്ടോ, പഴുതുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വരേണ്ടി പറയും. പോയത്തക്കാരാണ്. അവിടെ എന്ത് മീറ്റിംഗ് ഉണ്ടോ മാക്സിമം പങ്കെടുക്കാം. ഈ ശർഈയായ കാരണത്താൽ നമുക്ക് ആ മീറ്റിംഗ് പോകാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് നിർബന്ധം വേണം, ഞാൻ പോയിട്ടില്ലെങ്കിലും പോയ കൂലിട്ടണം. അപ്പം നമ്മൾ ആദ്യം ലീവ് അറിയിക്കുക, നമ്മുടെ അഭിപ്രായങ്ങൾ നേരത്തെ അറിയിക്കുക, ആ യോഗത്തിന് വല്ല നിർദ്ദേശം കൊടുക്കുക, കഴിഞ്ഞിട്ട് എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കുക, അതിൻ്റെ കൂടെ നമ്മൾ എല്ലാം കൂടെയാണ്. അപ്പോൾ ആ മീറ്റിംഗ് നമ്മൾ പങ്കെടുത്ത ഫലമായി. അപ്പോൾ പോകാതെ കൂലിട്ടു ശർഈയായ ഉദറുണ്ടെങ്കിൽ. അതുകൊണ്ട് മീറ്റിങ്ങിനെ ചെറുതായി കാണരുത്. നോട്ടീസ് ഒട്ടിച്ചാൽ കൂലിട്ടില്ല. ചില മനുഷ്യന്മാർ നോട്ടീസ് ഒട്ടിച്ചാൽ വലിയ കൂലിട്ടല്ലേ? ആ നോട്ടീസ് കണ്ടിട്ടാണ് ഒരുത്തം വരിക. നമ്മൾ ലിങ്ക് എത്രയോ മനുഷ്യന്മാർക്ക് നമ്മളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തു. ഈ പരിപാടിയിലൊക്കെ എത്രയോ ആൾക്ക് ഷെയർ ചെയ്തു, അതിൽ കൂലിട്ടൂലേ? അദ്ദാല്ലു അലൽ ഖൈരി കഫാഇലി, നബി തങ്ങൾ പറഞ്ഞു, ഖൈർ അറിയിക്കുന്നവൻ ചെയ്യുന്നവനെ പോലെ തന്നെയാണ്. അപ്പം നമുക്ക് നമ്മൾക്ക് ഈ ലിങ്ക് എടുത്തു, പരിചയമുള്ള ഗ്രൂപ്പുക്കും വ്യക്തികൾക്കും അയച്ചു കൊടുത്തു. കുറേ ആൾക്കാർ കേട്ടു, അൽഹംദുലില്ലാ, അവർക്ക് വെളിച്ചം കിട്ടി. അതിനൊന്നും കൂലിട്ടില്ല പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ഖൈറൊക്കെ മുടങ്ങും. അതുകൊണ്ട് അലൈക്കും ബിൽ ജമാഅത്തായി നിൽക്കാം. അത് സംഘമാവാം, സംഘടനയാവാം, ഏത് സിസ്റ്റം ആകാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, 2 ജോയിൻറ്റ് സെക്രട്ടറി, അങ്ങനെ ഹദീസിലുണ്ടോ? ഇല്ല. അത് വേണമെങ്കിൽ 4 പ്രസിഡന്റ് ആക്കാം, ഒരു കുഴപ്പമില്ല. ഒരു പ്രസിഡന്റും 10 വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, വലിയ ശാഖയുടെ തോന ആൾ വേണം ആയിക്കോട്ടെ, 10 വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ എല്ലാം അവിടെ വൈസ് പ്രസിഡന്റൊന്നും വേണ്ട, ഒരു പ്രസിഡന്റും സെക്രട്ടറിയും മതി, അത്രയേ ഉള്ളൂ, ആയിക്കോട്ടെ. അത് നമ്മൾ തീരുമാനിക്കാം. അതുകൊണ്ട് എങ്ങനെ ഇത് സിനിമയായിട്ട് മാറുക?
അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് കൂടിയാലോചിക്കാനുള്ള സംവിധാനങ്ങളാണ് സംഘടന എന്ന് പറയുന്നത്. ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളേറെ ഒരുപാട് ഖൈറുകൾ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടും. നമ്മൾ ഒറ്റയ്ക്ക് എന്തുണ്ടാകുക, ഒന്നും ചെയ്യാൻ കഴിയില്ല. നിസ്കരിച്ച് മുമ്പ് ചൂത്രക്കാന്നല്ലാതെ ഒന്നും ചെയ്യാം. അവനാണ് നാട്ടിൽ പോലും ഒരു തൗഹീദ് പറയാൻ കഴിയുമോ ഒരു സ്റ്റേജ് ഇട്ടിട്ട് ഒറ്റയ്ക്ക് എന്നാൽ? ഇല്ലല്ലോ. ഒരു 4 ആൾ കൂടിയാലോ അതിന് അവസരമായി. അത് സംഘടന പേരിലാകുമ്പോഴോ സംവിധാനമായി. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഇവിടെ ഒരു എന്ത് വെക്കണേ മൈക്ക് പെർമിഷൻ വാങ്ങണം, ഒരു പള്ളി ഉണ്ടാക്കണോ പെർമിഷൻ കിട്ടണം. ആരാ പെർമിഷൻ തരേണ്ടത്? സർക്കാർ. അപ്പം അതിനൊക്കെ സംവിധാനം വേണം. ഇവിടുത്തെ പലതിനും ഇടപെടാനുണ്ട്. ഈ നാട്ടിൻ്റെ പല രംഗത്തും ഇടപെടാൻ, രാഷ്ട്രീയ രംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അവിടേക്ക് നമുക്ക് പലതും ചെയ്യാനുണ്ട്. അത് ചെയ്യണമെങ്കിലോ ഇവിടെ രജിസ്റ്റേർഡ് സംവിധാനം വേണം, അംഗീകരിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാകണം. അപ്പോഴേ അർത്ഥമുള്ളൂ. അപ്പോഴാണ് പള്ളിക്ക് പെർമിഷൻ വേണം. നമ്മൾ എത്രപ്പോഴും എഴുതി കൊടുത്താൽ അതിന് വിലയുണ്ട്. അവകാശങ്ങൾ തടയപ്പെടുന്നു, അവിടെ ഇടപെടാൻ അവസരമുണ്ട്. അത് നമ്മളെ കൂട്ടായ്മ ചെയ്യും. നമ്മളെ കൂട്ടായ്മ വെറും ദഅ്വ സംഘടന മാത്രമൊന്നുമല്ല. ഇസ്ലാമിക രാജ്യത്ത് ഒരു സർക്കാർ ചെയ്യുന്ന സംവിധാനം എന്താണോ ഏതാണ്ട് അതിന് താഴെ കണ്ടൊക്കെ നമ്മളെ കൂട്ടായ്മ ചെയ്യുന്നുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് സേവനമുണ്ട്, സാമൂഹ്യക്ഷേമ രംഗത്ത് സേവനമുണ്ട്, ഹജ്ജിന് നമ്മളിവിടെ സംവിധാനം ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയിലൊക്കെ ഇപ്പോൾ ഞങ്ങളിവിടെ ഹാജിമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അതിന് ക്യാമ്പ് വെക്കുന്ന പോലും ഭയങ്കര അത്ഭുതം. ഞങ്ങളുടെ നാട്ടിൽ ഹജ്ജ് പഠിപ്പിക്കുകയും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഹജ്ജിന് മന്ത്രി ഉണ്ട്. നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ ഹജ്ജ് മന്ത്രി എന്ത് നാടാപ്പത്? സൗദി അറേബ്യ ഹജ്ജ് മന്ത്രി ഉണ്ട്, ഇന്ത്യയിൽ ഹജ്ജ് മന്ത്രി ഉണ്ട്. ഇത് നിങ്ങൾ വിചാരിച്ച പോലെ വെറും ദഅ്വ സംഘടന അല്ല. ചിലപ്പോൾ സലഫിമണമായി ചോദ്യം ചോദിക്കും, ദഅ്വത്ത് സംഘടന പറ്റുമെന്ന്. ഒരു പറ്റില്ല എന്ന് പറയും. ആ ചോദ്യത്തിനനുസരിച്ച ഉത്തരം വരിക. മദീനയിലെ ഷെയ്ഖിനോട് ദർസിൽ ചോദ്യം വന്നു, ദഅ്വത്ത് സംഘടന ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പം അദ്ദേഹം പാടില്ല. അപ്പോൾ ആ സഹസ്രം മലയാളിയായ നമ്മുടെ വിദ്യാർത്ഥി അവൻ ചോദിച്ചല്ല, ഞങ്ങളുടെ നാട്ടിൽ സൂഫികൾക്ക് സംഘടന ഉണ്ട്, അഖലാനികൾക്ക് സംഘടന ഉണ്ട്, മതനിഷേധക്ക് സംഘടന ഉണ്ട്, അതേപോലെ എല്ലാ തരം ടൈപ്പ് ആൾക്കും സംഘടന ഉണ്ട്. സലഫിയാൾ മാത്രം സംഘടന ഇല്ല ഞാൻ പിന്നെ സലഫി എടുത്തിച്ച് പോകും. എന്നാൽ നിർബന്ധമാണ് സംഘടന ഉണ്ടാക്കണം എന്നാണ് ഷെയ്ഖ്. അപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ സംഘടന വാജിബാണ്. ഇവിടെ വേറെ ആൾക്കും സംഘടന ഇല്ലെങ്കിലോ ഇത്ര അത്യാവശ്യം ഉണ്ടാവില്ല. ഖുറാഫാത്ത് പ്രചരിപ്പിക്കാൻ സംഘടന, ഹദീസ് നിഷേധിക്കാൻ സംഘടന, മതം വേണ്ട പറയാൻ സംഘടന, ഇതിലൊക്കെ സംഘടന. ഇതൊന്നും ശരിയല്ല, മതം വേണം, ഇതാ ഹക്കാണ്, തൗഹീദാണിത് വേണമെന്നൊരു സംഘടന പാടില്ല. ഈ മനുഷ്യന്മാർ ലീഗ് പാടില്ല പറയുന്നുണ്ടോ, കോൺഗ്രസ് പാടില്ല പറയുന്നുണ്ടോ, മാർക്സിസ്റ്റ് പാടില്ല പറയുന്നുണ്ടോ, KNM പാടില്ല പറയുന്നുണ്ടോ, സമസ്ത പാടില്ല പറയുന്നുണ്ടോ? അതൊക്കെ സംഘടനയല്ലേ, വിസ്തത്തിനെതിരെ മാത്രം. അപ്പോൾ സംഘടനയോടല്ല വിരോധം, ഈ സംഘടനയോടാണ് വിരോധം. അതാണ് പ്രശ്നം. ഇൽമിനോടുള്ള സ്നേഹം ദുൽമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരാരും ഇൽമിൻ്റെ ആൾക്കാരുമല്ല, ഓരോരും അങ്ങനത്തെ വിഷയമുള്ള ആളുകളുമല്ല, ദീനിനു വേണ്ടി സേവനം ചെയ്യുന്നവരുമല്ല എന്ന് പറയാതെക്കാൻ നിർവാഹമില്ല. സഹോദരങ്ങൾ ഒരു പക്ഷപാതിച്ച് പറഞ്ഞൊന്നല്ല, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ വക ഫിത്നയും ഷർറും പെട്ടിട്ട് അവരുടെ ആയുസ് കളയേണ്ട. ആയുസ് കുറച്ചേ ഉള്ളൂ. ആ ഉള്ള ആയുസ്സിനിടയിൽ ഒരു നല്ല കൂട്ടായ്മൻ്റെ ഭാഗമായി കൂടി ചെയ്യാൻ കഴിയുന്ന മാക്സിമം നന്മകൾ ചെയ്ത് ദുനിയാവിൽ പോയാൽ അത് ലാഭം. അല്ലാതെ ഇതിലൊക്കെ പാടുണ്ടോ പാടില്ല ചോദിച്ചേർന്നുകൊണ്ട് ആയുസ്സാണ് കഴിഞ്ഞ് ഓമ്പനാട് പോകുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് സൂചിപ്പിക്കാൻ. അല്ലാഹു തആല ഹക്കിൻ്റെ വഴിയിൽ നിൽക്കാനും അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.